ഹലോ ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, ആദ്യമായിട്ടാണ് നമ്മുടെ ചാനലിലൂടെ ഒരു ഷോർട്ട് ഫിലിം സജസ്റ്റ് ചെയ്യുന്നത്. സോ ഞാനിവിടെ പറയാൻ പോകുന്ന ഷോർട്ട് ഫിലിം എന്ന് പറയുന്നത് കബർദം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. ഭാവിഷ് കെ സുധരാജാണ് ഇത് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഭാവിഷിൻ്റെ ഒരു കോളേജ് മേറ്റ് ആണ്. ശ്രീ സി അച്യുതമേനോൻ കോൺവെന്റ് കോളേജ് കുട്ടനല്ലൂരിൽ ഞങ്ങൾ ഒരുമിച്ചായിരുന്നു. എൻ്റെ സുഹൃത്തിൻ്റെ ഷോർട്ട് ഫിലിം ആയതുകൊണ്ടല്ല ഞാനിവിടെ സജസ്റ്റ് ചെയ്യുന്നത്, അത് ആദ്യമേ തന്നെ ഞാൻ പറഞ്ഞുകൊള്ളട്ടെ. ഈ ഒരു ഷോർട്ട് ഫിലിമിന് അതിൻ്റേതായുള്ള ക്വാളിറ്റിയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് തന്നെയാണ് ഞാനിവിടെ ഇത് നിങ്ങളുടെ മുമ്പിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നത്. ഭാവിഷ് കെ സുധരാജിൻ്റെ മുമ്പ് ഇറങ്ങിയിട്ടുള്ള 2 ഷോർട്ട് ഫിലിമും കൂടി ഇതിനോടൊപ്പം ഞാൻ ചേർത്ത് വയ്ക്കുകയാണ്. ടാൻ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം, അതുപോലെ തന്നെ സമയൽ എന്ന് പറഞ്ഞ ഷോർട്ട് ഫിലിമും. 3 ഷോർട്ട് ഫിലിമിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഭാവിഷിൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ കാണുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കണക്ട് ചെയ്തെടുക്കാനും ഒരുപാട് റെഫറൻസുകളും ഒരുപാട് ആഖ്യാന രീതികൾ പല പല കാഴ്ചകളിലായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കും എന്നുള്ളതാണ് ആ ഒരു ഷോർട്ട് ഫിലിമിൻ്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു ഷോർട്ട് ഫിലിം തന്നെയാണ് കബർദം എന്ന് പറയുന്നത്. ഈ ഒരു ഷോർട്ട് ഫിലിം തൃശ്ശൂർക്കാർക്ക് പ്രത്യേകിച്ചിട്ട് വളരെയധികം ഇഷ്ടപ്പെടാനായിട്ടുള്ള സാധ്യതകളും കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ കണക്ട് ആവാനായിട്ടുള്ള സാധ്യതകളുണ്ട്. കാരണം ഇതിൻ്റെ മേജർ പോർഷൻസ് ഒക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത് തേക്കങ്കാട് മൈതാനത്തിലാണ്. ഇനി നമ്മൾ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മുടെ വടക്കുന്നാഥൻ്റെ തെക്കേ ഗോപുര നടയിൽ തുടങ്ങി അവിടെ തന്നെ അവസാനിക്കുന്ന രീതിയിലാണ് ഇതിൻ്റെ മേജർ എല്ലാ പോർഷൻസും ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ റെഫറൻസസും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എസ്പെഷ്യലി പറയുകയാണെന്നുണ്ടെങ്കിൽ ശിവൻ്റെയും സതീദേവിയുടെയും പ്രണയം, ആ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവർ ഈ ഒരു കബർദം എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് ഫിലിമിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. കബർദം എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കിയെടുത്തോളം ശിവൻ്റെ തലയിൽ കെട്ടിരിക്കുന്ന ആ ഒരു റൗണ്ടായിട്ടുള്ള കെട്ടിനെയാണ് കബർദം എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിനെയും അതുപോലെ തന്നെ കഥാപാത്രങ്ങളുടെ പേരുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ കണക്ട് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടായിരിക്കും. ആദ്യത്തെ ഒരു കാഴ്ചയിൽ നമുക്ക് കിട്ടുന്ന ഒരു എന്താ പറയുക, ഒരു ഐഡിയയോ അല്ലെങ്കിൽ നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളായിരിക്കില്ല രണ്ടാമത്തെ ഒരു കാഴ്ചയിൽ ഉണ്ടായിരിക്കുക. ഈച്ച് ആൻഡ് എവരി ഡയലോഗ്സ് ആണെന്നുണ്ടെങ്കിലും അതിൽ മെൻഷൻ ചെയ്തിരിക്കുന്ന പല പല പുസ്തകങ്ങളാണെന്നുണ്ടെങ്കിലും അതിലെ വാക്കുകളാണെന്നുണ്ടെങ്കിലും ഈവൻ അവർ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ കളറുകളാണെന്നുണ്ടെങ്കിൽ പോലും പല കാര്യങ്ങളും ഇതിലൂടെ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. ഇന്നതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്, ഇതാണ് നിങ്ങൾ മനസ്സിലാക്കണം എന്നൊന്നും അവർക്ക് അവകാശവാദമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാണുന്ന പ്രേക്ഷകന് എന്താണോ മനസ്സിലാവുന്നത് ആ രീതിയിൽ തന്നെ നിങ്ങൾക്ക് ആ ഒരു ഷോർട്ട് ഫിലിം മനസ്സിലാക്കിയെടുക്കാം എന്നുള്ള രീതിയിൽ പ്രേക്ഷകന് തുറന്ന് വിടുകയാണ് ആ ഒരു ഷോർട്ട് ഫിലിം. ബട്ട് ഒരുപാട് കാര്യങ്ങൾ അതിൽ നിന്ന് വായിച്ചെടുക്കാനും കണക്ട് ചെയ്യാനും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ ഒരു ഷോർട്ട് ഫിലിം നിങ്ങളുടെ മുമ്പിലേക്ക് സജസ്റ്റ് ചെയ്യുന്നത്. സോ മമ്മൂക്ക പറയുന്നത് പോലെ ഒന്ന് ടിക്കറ്റ് എടുത്ത് നോക്ക് എന്ന് പറയുന്നത് പോലെ ഒന്ന് കണ്ടു നോക്കി നോക്ക് എന്നുള്ളതാണ് പറയാനായിട്ടത്. ഒരു 12 മിനിറ്റ് ഡ്യൂറേഷൻ മാത്രമാണ് ഈ ഒരു ഷോർട്ട് ഫിലിമിന് വരുന്നത്. സോ അതിൻ്റെ ടെക്നിക്കൽ സൈഡ് ആണെന്നുണ്ടെങ്കിലും എല്ലാം കൊള്ളാം എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. പോരായ്മകളൊക്കെ തീർച്ചയായിട്ടും ഉണ്ട്, ബട്ട് ഇതിൻ്റെ ആ ഒരു മൊത്തത്തിലൊരു ടോട്ടാലിറ്റി നോക്കുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഷോർട്ട് ഫിലിമായിട്ട് കൂടിയിട്ടാണ് കബർദം എന്ന് പറയുന്ന ഷോർട്ട് ഫിലിം ഞാൻ സജസ്റ്റ് ചെയ്യുന്നത്. ഇതോടൊപ്പം തന്നെ സമയിലും ടാനും എന്ന് പറയുന്ന ഷോർട്ട് ഫിലിംസും കണ്ടു നോക്കി നോക്കുക. സോ ഈ ഒരു ഷോർട്ട് ഫിലിം കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. സോ നമ്മുടെ ചാനലിൽ ഇനിയും ഇതുപോലെയുള്ള നല്ല ഷോർട്ട് ഫിലിംസുകൾ തീർച്ചയായിട്ടും സജസ്റ്റ് ചെയ്യുന്നതായിരിക്കും. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയിൽ കാണും വരേക്കും ഗുഡ് ബൈ.